മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസ ചെലവിലെ വിചിത്ര കണക്കിൽ വിശദീകരണവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. കോടതിയിൽ നൽകിയത് ചെലവായ തുകയല്ല, ചെലവ് സംബന്ധിച്ച അനുമാനം മാത്രമാണ്. കേന്ദ്ര സർക്കാർ നൽകിയ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പാണ് കോടതിയിൽ ഹാജരാക്കിയത്. എസ്റ്റിമേറ്റ് പ്രകാരമാണ് കേന്ദ്രം വിഹിതം അനുവദിക്കുന്നതെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണത്തിൽ പറയുന്നു. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. VS, ഇപ്പോൾ ഈ വാർത്ത വിവാദമായതോടുകൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരണം നൽകാൻ വന്നിരിക്കുകയാണ്. എന്താണ് ആ വിശദീകരണം? ബോധ്യമാകുന്ന വിശദീകരണമാണോ? ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോസ്റ്റ് അല്ല, അതായത് ഇവർക്ക് ചെലവായ തുക സംബന്ധിച്ച വിവരമല്ല കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കോടതിയിൽ ഒരു മെമ്മോറാണ്ടമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾക്കുമായി ചെലവാവാൻ സാധ്യതയുള്ള ചെലവ് സംബന്ധിച്ച ഒരു അനുമാനമാണ്, ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ എസ്റ്റിമേറ്റ് പ്രകാരമാണ് കേന്ദ്ര വിഹിതം അനുവദിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനാണ് ഈ കോടതിയിൽ കൊടുത്തത് എന്നുള്ളതാണ്. കോടതിയിൽ വന്നിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, കോടതി എടുത്തിട്ടുള്ള പെറ്റീഷൻ എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട, ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടം അല്ല യഥാർത്ഥത്തിൽ കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ പറയുന്നത് കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ന്യായം നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കേന്ദ്രത്തിൽ സാധാരണഗതിയിൽ ഇപ്പോൾ 500 കോടിയുടെ ഒരു എസ്റ്റിമേറ്റ് കൊടുത്താൽ അതിൽ ഒരു പക്ഷേ 100 കോടിയായിരിക്കാം അനുവദിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ കേരളത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് 2000 കോടിയും 3000 കോടിയൊക്കെ ചോദിക്കുമ്പോൾ 100 കോടിയും 110 കോടിയൊക്കെ തരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ അനുമാനമായി നൽകുന്നത്, ചിലവാകാൻ സാധ്യതയുള്ള തുകയായി നൽകുന്നത് വളരെ കുറഞ്ഞ തുകയായിരിക്കില്ല. അത് പരമാവധി തുക വെച്ച് അനുമാനം നൽകും. അതിൽ ഒരു വിഹിതം കേന്ദ്രം അനുവദിക്കുകയാണ്. പക്ഷേ അത് കോടതിയിൽ കൊടുക്കുമ്പോൾ തീർത്തും തെറ്റിദ്ധാരണാജനകമാണ്. കാരണം കോടതി ആരാഞ്ഞിരിക്കുന്നതും കോടതിയിൽ നൽകേണ്ടിയിരിക്കുന്നതും ഇതിന് എന്തുമാത്രം തുക ചെലവാകും എന്നുള്ളതാണ്. അപ്പോൾ കോടതിയിൽ നൽകിയ വിശദീകരണവും മെമ്മോറാണ്ടവും കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടവും രണ്ടായി അതിലൊരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ കേന്ദ്രത്തിന് കൊടുത്ത അതേ മെമ്മോറാണ്ടം തന്നെ കോടതിയിലും കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അവർ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇത് ചെലവ് എന്ന രീതിയിൽ അവതരിപ്പിക്കരുത്, ഇത് ഇത്രയും തുക ചെലവായിട്ടില്ല എന്ന് വേണമല്ലോ അതിന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത്രയും തുക ചെലവായി എന്നുള്ളല്ല, ചെലവാവാൻ സാധ്യതയുള്ളൊരു തുക കേന്ദ്രത്തിന് നൽകുന്ന മെമ്മോറാണ്ടമാണ്. ആ മെമ്മോറാണ്ടം പ്രകാരമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് സഹായം അനുവദിക്കാറുള്ളത്. കഴിഞ്ഞ പ്രളയകാലത്തെല്ലാം ഇത്തരത്തിലുള്ള ഒരു അനുമാന കണക്കാണ് മെമ്മോറാണ്ടമായി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വിഹിതം, അതിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലിന് ശേഷം ഒരു തുകയാണ് ഇവിടേക്ക് നൽകാറുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു മെമ്മോറാണ്ടമാണ് കോടതിയിലും സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും തുക ചെലവായി എന്ന് ഈ കണക്കിൽ അർത്ഥമില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ശരി VS രഞ്ജിത്ത്, പക്ഷേ ഇത് BJP വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ദുരിതാശ്വാസ ചെലവിൽ അഴിമതി ഉണ്ടെന്നാണ് BJP പ്രതികരിച്ചത്. ദുരന്തത്തെ അഴിമതിക്കുള്ള അവസരമാക്കി മാറ്റിയെന്നാണ് വിമർശനം. നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ സർക്കാർ ചെലവഴിച്ചതായി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത്. പട്ടാളം പണി കഴിച്ച ബെയിലി പാലത്തിന് പോലും 1 കോടി രൂപ കേരളത്തിന് ചെലവായി എന്നുള്ള വ്യാജമായ കണക്കുകളാണ് അവിടെ. ജനറേറ്ററിൻ്റെ പേരിൽ, വാഹനങ്ങളുടെ പേരിൽ, ആംബുലൻസുകളുടെ പേരിൽ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ദുരന്തത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണിത്. നേരത്തെയും സർക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയും അല്പമെങ്കിലും ലജ്ജയും ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്.